കുതിച്ചുയരുന്ന വാണിജ്യ പാചകവാതക വിലയിൽ പ്രതിസന്ധിയിലായ ഹോട്ടൽ ഉടമകൾക്കും സാധാരണക്കാർക്കും വലിയൊരു ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറുകൾക്ക് പകരമായി ഉപയോഗിക്കാവുന്ന എഥനോൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള സ്റ്റൗകൾ കേന്ദ്ര സർക്കാർ ഉടൻ വിപണിയിലെത്തിക്കും. ഗ്രെയിൻ എഥനോൾ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ഇതിനായുള്ള നിർദ്ദേശം സർക്കാരിന് സമർപ്പിച്ചതായും സ്റ്റൗകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായും വ്യക്തമാക്കി കഴിഞ്ഞു. പശ്ചിമേഷ്യൻ മേഖലയിലെ അസ്ഥിരതയും അന്താരാഷ്ട്ര തർക്കങ്ങളും ആഗോള വിപണിയെ മാത്രമല്ല നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ അടുക്കളയെയും ചെറുകിട കച്ചവടക്കാരെയും എങ്ങനെയാണ് നേരിട്ട് ബാധിക്കുന്നതെന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിലക്കയറ്റ കണക്കുകൾ. ആഭ്യന്തര വിപണിയിൽ പെട്ടെന്നുണ്ടായ ഈ വിലവർധനവിന് പിന്നിൽ ആഗോളതലത്തിലുള്ള വലിയൊരു വിതരണ പ്രതിസന്ധിയുണ്ട്. US, ഇസ്രായേൽ, ഇറാൻ യുദ്ധത്തെ തുടർന്നുണ്ടായ അസംസ്കൃത എണ്ണ വിതരണ തടസ്സമാണ് വാണിജ്യ LPG സിലിണ്ടറുകളിലെ വില കുത്തനെ കൂട്ടാൻ പൊതുമേഖലാ എണ്ണ കമ്പനികളെ പ്രേരിപ്പിച്ചത്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ധന ശൃംഖല തടസ്സപ്പെട്ടതോടെ അതിന്റെ ഭാരം ഉപഭോക്താക്കളുടെ തലയിലേക്ക് വരികയായിരുന്നു. പുതുക്കിയ നിരക്കുകൾ പ്രകാരം രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെല്ലാം വാണിജ്യ സിലിണ്ടറുകളും വലിയ സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറത്തേക്ക് ഉയർന്നിരിക്കുകയാണ്. ഏറ്റവും പുതിയ നിരക്കുകൾ പ്രകാരം ദില്ലിയിലെ വാണിജ്യ LPG സിലിണ്ടറിന് 42 രൂപയും കൊൽക്കത്തയിൽ 53 രൂപ 50 പൈസയുമാണ് വർദ്ധിച്ചത്. ഈ വർധനവോടെ 19 കിലോഗ്രാമിന്റെ വാണിജ്യ സിലിണ്ടറിന് ഡൽഹിയിൽ 3113 രൂപയും കൊൽക്കത്തയിൽ 3255 രൂപയുമായി നിരക്കുകൾ കുതിച്ചുയർന്നു. ഈ വിലക്കയറ്റം വിപണിയിൽ ഉണ്ടാക്കാൻ പോകുന്ന ദീർഘവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ചെറുതല്ല. ഇത് സാധാരണക്കാരുടെ ഭക്ഷണ ചെലവിനെ നേരിട്ട് ബാധിക്കും. വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിലുണ്ടായ ഈ കുതിച്ചുചാട്ടം റെസ്റ്റോറന്റുകളുടെ പ്രവർത്തന ചെലവ് കുത്തനെ കൂട്ടിയിട്ടുണ്ട്. ഇത് പലയിടത്തും ഭക്ഷണവില കൂട്ടുന്നതിനോ അല്ലെങ്കിൽ അളവ് കുറയുന്നതിനോ കാരണമായി മാറും. ഈ അധിക ബാധ്യത താങ്ങാനാകാതെ ചെറുകിട ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. LPG വിതരണത്തിൽ ഉണ്ടാകുന്ന ഇത്തരം തടസ്സങ്ങൾ തങ്ങളുടെ സേവനങ്ങളെ സാരമായി ബാധിക്കുമെന്ന് നാഷണൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വലിയ പ്രതിസന്ധിക്കുള്ള പരിഹാരമാണ് കേന്ദ്ര സർക്കാർ എഥനോൾ സ്റ്റൗകൾ എന്ന ബദൽ സംവിധാനം മുന്നോട്ട് വയ്ക്കുന്നത്. എഥനോൾ കുക്ക് സ്റ്റൗകൾ വിപണിയിൽ എത്തിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കം കേവലം പാചക ചെലവ് കുറയ്ക്കുകയോ ഹോട്ടൽ ഉടമകൾക്ക് ആശ്വാസം നൽകുകയോ മാത്രമല്ല ചെയ്യുന്നത്. ദൂരവ്യാപകമായ ലക്ഷ്യങ്ങളോടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും ഊർജ്ജ സുരക്ഷയെയും ശക്തിപ്പെടുത്താൻ പോകുന്ന ഒന്നാണ്. ഇന്ത്യ തങ്ങളുടെ ആഭ്യന്തര ആവശ്യങ്ങൾക്കുള്ള ഇന്ധനത്തിന്റെ വലിയൊരു പങ്കും വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. രാജ്യാന്തര വിപണിയിലെ വിലക്കയറ്റം നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ എപ്പോഴും ബാധിക്കാറുണ്ട്. വാണിജ്യ ആവശ്യങ്ങൾക്കായി LPGക്ക് പകരം എഥനോൾ ഉപയോഗിക്കുന്നതിലൂടെ അസംസ്കൃത എണ്ണയുടെ ആശ്രയത്വം 15% കുറയ്ക്കാൻ ഇന്ത്യക്ക് സാധിക്കും. വൻതോതിൽ വാണിജ്യ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ഈ മാറ്റം കൊണ്ടുവന്നതിലൂടെ ഇന്ധന ഇറക്കുമതിയിൽ വലിയൊരു കുറവുണ്ടാക്കാൻ സർക്കാരിന് കഴിയും. ഇന്ധന ഇറക്കുമതി കുറയുന്നതോടെ രാജ്യത്തിന് സാമ്പത്തികമായി വലിയ നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ധനം വാങ്ങാൻ രാജ്യം ചിലവഴിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണ്യം ഇറക്കുമതിയിലെ ഈ ലാഭത്തിലൂടെ രാജ്യത്തിന് ലാഭിക്കാൻ സാധിക്കും. ഇത് ഇന്ത്യൻ രൂപയുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നതിനും ആഭ്യന്തര വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഫണ്ട് കണ്ടെത്തുന്നതിനും സഹായകരമാകും. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ യുദ്ധങ്ങളും രാഷ്ട്രീയ അസ്ഥിരതയും കാരണം എണ്ണ വിതരണം ഏതു നിമിഷവും തടസ്സപ്പെടാമെന്ന ഭീതി നിലനിൽക്കുന്നുണ്ട്. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇത്തരം കടുത്ത ഊർജ്ജ പ്രതിസന്ധികളെയും രാജ്യാന്തര വിപണിയിലെ അസംസ്കൃത എണ്ണ വിലക്കയറ്റത്തെയും നേരിടാൻ എഥനോൾ നിർണായക പങ്ക് വഹിക്കുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നത്. സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഹരിത ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് രാജ്യം മാറുന്നതിന്റെ ആദ്യ പടിയായി ഈ പദ്ധതിയെ കാണാൻ സാധിക്കും. എഥനോൾ സ്റ്റൗകൾക്ക് പുറമെ ഇന്ധന മേഖലയിൽ മറ്റൊരു നിർണായക പരീക്ഷണം കൂടി സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. അസംസ്കൃത എണ്ണ ഇറക്കുമതി വീണ്ടും കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ഡീസലിനൊപ്പം ഐസോബ്യൂട്ടനോൾ കലർത്തുന്നത് ഇന്ത്യ ഉടൻ നിർബന്ധമാക്കിയേക്കാം. ഇതിനായുള്ള പ്രാഥമിക പൈലറ്റ് പ്ലാൻ സ്ഥാപിക്കുന്നതിനായുള്ള നടപടികളുമായി സർക്കാർ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഹരിത ഊർജ്ജത്തിലേക്കുള്ള ഇന്ത്യയുടെ വലിയ ചുവടുവയ്പ്പായിരിക്കും ഇത്. പരമ്പരാഗത ഇന്ധനങ്ങളെ മാത്രം ആശ്രയിക്കുന്ന രീതിയിൽ നിന്ന് രാജ്യം പുതിയ ബദലുകളിലേക്ക് മാറുകയാണ്. ഇതിന്റെ വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വിപണിയിൽ എഥനോൾ കുക്ക് സ്റ്റൗകൾ എത്രയും വേഗം ലഭ്യമായാൽ അത് ഹോട്ടൽ മേഖലയ്ക്ക് മാത്രമല്ല സാധാരണക്കാരായ ഉപഭോക്താക്കൾക്കും വലിയ ആശ്വാസമാകും. പദ്ധതിയുടെ ഔദ്യോഗിക ലോഞ്ചിങ്ങിനായി കാത്തിരിക്കുകയാണ് ഇന്ത്യൻ വിപണി.